நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജോലി ചെയ്യുമ്പോ കുറച്ചുകൂടെ സൂക്ഷിക്കണ്ടേ കുഞ്ഞാറ്റെ? ഞാൻ ഇങ്ങനെ അറിഞ്ഞോണ്ട് ചെയ്യുന്ന മോന് തോന്നുന്നുണ്ടോ? മഞ്ജു ഇതുവഴി പോകുന്ന ഞാൻ കണ്ടേ ഇല്ല. എന്നാലും മുന്നിലൂടെയല്ലേ ഞാൻ പോയത്? അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ജോലി ചെയ്യുമ്പോഴേ ഞാൻ അതിൽ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അതാ പറ്റിയത്. നീ വയ്ക്കോ, സ്റ്റേഷനിൽ ലേറ്റ് ആവാൻ നിൽക്കണ്ട. അതൊന്നും സാരമില്ല. എനിക്ക് വേണ്ടിയല്ലേ ഡ്രസ്സില് അഴുക്ക് വെള്ളം ആക്കിയത്. ഞാൻ ഈ ഷർട്ട് കഴുകിത്തരാം. അതൊന്നും വേണ്ട. വേണം, വാ വരാൻ. വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ആയല്ലോ. ഇനി അവിടെ എന്തൊക്കെ നടക്കുമെന്നു. ഗിരേട്ടാ, ആ ഷർട്ട് മോരിത്ത. ഗിരേട്ടാ, തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അല പോലവൾ എന്നിൽ വല നെയ്തൊരു സ്വപ്നം മിഴിമൂടുമി നേരം ഇരുൾ വീശുമി നേരം മായുമോ മാറുമോ കാനൽ കാർമേഘം വാനം ചായും തീരം താരാട്ടും. ഗിരേട്ടാ, എനിക്ക് ഓഫീസിൽ പോണം. ഷർട്ട് താ. പോണോ? താരം കാതോർക്കും. വാ ഗിരേട്ടാ, ഞാൻ വേറെ ഷർട്ട് എടുത്തുതരാം. ഓ, പോലീസ് യൂണിഫോമിനോട് ഇത്രയും ദേഷ്യമുള്ള ആളാണോ അതിൽ ചെളിയാവാതിരിക്കാൻ ഇത്രയും പാടുപെട്ടത്? ഞാൻ എന്റെ ഭാര്യയുടെ ദേഹത്ത് ചെളിയാവാതിരിക്കാൻ വേണ്ടിയാ നോക്കിയത്. നിന്റെ ദേഹത്തായതുകൊണ്ട് മാത്രം ആ യൂണിഫോം രക്ഷപ്പെട്ടു. ദാ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തോ മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻവേലിയായി വളർന്നേതോ. മഴ പോലെ എണ്ണി പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു. അരവിന്ദാക്ഷൻ സാറാ? ഹലോ സാർ, ദാ എത്തി. 10 മിനിറ്റ്. സ്റ്റേഷനിൽ നിന്നാ. പെട്ടെന്ന് എനിക്ക് സ്റ്റേഷനിൽ എത്തണം.
രാവിലെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ഞാനില്ലെങ്കിൽ നടക്കില്ല. ഞാൻ പോയിട്ട് വരാം. ശരി. എന്നാലും ഈ അരവിന്ദാക്ഷനെ വിളിക്കാൻ കണ്ടൊരു നേരം. മോനെ ഗിരി, മഞ്ജു പോയല്ലേ? എനിക്ക് ഒരു അബദ്ധം പറ്റിയതാ. സാരമില്ല മോനെ, മഞ്ജു അത് വിശ്വസിച്ച് കാണില്ലല്ലേ? ഞാൻ കരുതി കൂട്ടി ചെയ്തതാണെന്നേ അവള് വിചാരിക്കൂ. ഏയ്, കുഞ്ഞാറ്റയ്ക്ക് അറിയാതെ പറ്റിപ്പോയതാണെന്ന് തന്നെയാ അവളുടെയും വിശ്വാസം. സത്യം പറ മോനെ, അവൾ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. അല്ല, ഇനി അവള് എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലും മോനത് എന്നോട് പറയില്ലല്ലോ. ശങ്കരേട്ടന്റെ മോൻ ഒരു പോലീസുകാരിയെ കല്യാണം കഴിച്ചൊന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ ഇട്ടേക്കുന്ന യൂണിഫോം കാണുമ്പോ നിന്റെ അച്ഛനെ മരിച്ച നിലയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്ന ഓർമ്മ വരില്ലേ? ആ മാധവനെ പഠിച്ചു കള്ളനായിരുന്നു. എല്ലാവരുടെ മുന്നിൽ സത്യസന്ധനാണെന്ന് അഭിനയിച്ച് കാണിച്ച് നിരപരാധികളെ ദ്രോഹിക്കുകയായിരുന്നില്ല അയാളുടെ പ്രധാന പണി. നിന്റെ അച്ഛനെയും ഗോപാൽജിയെയും അയാൾ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. എന്തായാലും അയാളുടെ കർമ്മബലം കൊണ്ട് ദൈവം അയാൾ അങ്ങ് തീർത്തു. പക്ഷെ അയാളുടെ മോളെ തന്നെ കല്യാണം കഴിക്കേണ്ട വല്ല കാര്യവും നിനക്കുണ്ടായിരുന്നോ? അല്ല, മോനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കൂടെ കിടന്ന് പറ്റിക്കും. അതാണ് അവളുടെ വർഗം. കുടിച്ച വെള്ളത്തിൽ ഇവളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഭാനുമ്മയ്ക്ക് അവളെ തീരെ ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയില്ലല്ലോ. കുറച്ച് സമയം കഴിയുമ്പോ എല്ലാം ശരിയാവും. അമ്മയും മഞ്ജുവും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരും. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോഴേ ആ ബന്ധം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒഴിവാക്കി? അല്ല, ഈ വിവാഹമോചനം. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. മോനെ, ഇന്നലെ കയറി വന്ന ഒരു വേണ്ടി സ്വന്തം അമ്മയെ തള്ളി പറയരുത്. എന്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കുഞ്ഞാറ്റയുടെ ജോലി ചെയ്യും. ഒരു കെലിപ്പൻ. നിങ്ങളുടെ ബന്ധം തകർക്കുന്ന കാര്യം ഈ കുഞ്ഞൊറ്റ. കാര്യങ്ങൾ ഞാൻ വിചാരിച്ചാലും കുഴപ്പം പിടിച്ച അവസ്ഥയില്ല ഭാനുമേ. നീ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ കുഞ്ഞാറ്റെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഗിരിക്ക് മഞ്ജുവിനോട് പകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ പഴയതെല്ലാം മറന്ന് മഞ്ജുവിനെ ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമായി അംഗീകരിച്ചു കഴിഞ്ഞു. ഗിരിക്ക് ശങ്കരേട്ടനെ കൊന്നവരുടെ വർഗത്തിൽപ്പെട്ട ഒരുത്തിയെ സ്നേഹിക്കാൻ കഴിയില്ല. അതവന്റെ അച്ഛന്റെ ഓർമ്മയോട് കാണിക്കുന്ന അനീതിയാവും. അങ്ങനൊരു സംശയം ഗിരിക്ക് ഇപ്പോഴും ഉള്ളത് കൊണ്ടായിരിക്കും അവരുടെ ബന്ധം കൂടുതൽ ശക്തമാവാത്തത്. പക്ഷേ സമയം പോകുന്തോറും ഗിരിക്ക് അവളോട് ക്ഷമിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നി തുടങ്ങും. പിന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവും. കുഞ്ഞാറ്റ പറയുന്നതിൽ കാര്യമുണ്ടമ്മ. ഏട്ടൻ രഹസ്യമായി മഞ്ജുവിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ അമ്മ എന്നോട് ചാടിക്കടിക്കാൻ വരും. ഏട്ടനമ്മയുടെ പുന്നാര മോനല്ലേ. അപ്പൊ മോൻ എന്ത് തെറ്റ് ചെയ്താലും അമ്മയുടെ കണ്ണിൽ പെടില്ല. അധികം വൈകാതെ മഞ്ജുവിന്റെ വാക്ക് കേട്ട് നമ്മളെ ഗിരിയേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അപ്പോഴേ അമ്മ പഠിക്കും. നിർത്തടി. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഗിരി ഒരിക്കലും എന്നെ കൈവിടില്ല. അവനെ വളർത്തി വലുതാക്കിയ എന്നെക്കാളും കൂടുതൽ മറ്റാർക്കും അവനെ മനസ്സിലാക്കാൻ കഴിയില്ല. ശങ്കരേട്ടൻ മരിച്ചപ്പോ വീട്ടുജോലി ചെയ്ത് കുടുംബം നോക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് കരുതിയ ഗിരി പഠിപ്പ് നിർത്തി ജോലി ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുത്തൻ ഏതോ ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിക്കണോ? മഞ്ജു ഏതെങ്കിലും ഒരു പെണ്ണല്ല, ഗിരിയേട്ടന്റെ ഭാര്യയാ. അവൾക്കും ഗിരിയേട്ടന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്.